എല്ലാ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ ഗുണം ദോഷം 2026. പൊതുവെ പറയുകയാണെങ്കിൽ ഉത്രം നക്ഷത്രക്കാർക്ക് നല്ലൊരു വർഷമായിട്ടാണ് കാണുന്നത്. ചില സമയങ്ങളിൽ ഇവർക്ക് ഉണ്ടാകുന്ന ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഇവർക്ക് ഗുണവും ദോഷവും ഉണ്ടാകുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ കുറച്ച് നക്ഷത്രക്കാർ, അതായത് ഉത്തര നക്ഷത്രത്തിൽ എല്ലാവർക്കും ഇല്ല, ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഇവർക്കുണ്ടാകുന്ന ഗുണവും ദോഷവും. എങ്കിൽ തന്നെ ഇവരൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ 2026 പൊതുവെ ദോഷമുള്ളൊരു വർഷമാണ് കണ്ടിരുന്നത്. അപ്പോൾ വളരെയധികം സൂക്ഷിച്ചു കഴിഞ്ഞാൽ വരുന്ന അപകടങ്ങളും ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് ശകലം ദോഷം കാണുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് കഴിവതും സൂക്ഷിക്കുക. സൂക്ഷിച്ചു കഴിഞ്ഞാൽ വരുന്ന അപകടങ്ങളൊക്കെ മാറുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ല വർഷം കൂടിയാണ് 2026. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുവാനും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി കിട്ടുവാനൊക്കെ വളരെ നല്ലൊരു വർഷമാണ്. വിവാഹം നടക്കുകയും പുതിയ വീട് വാങ്ങുകയും വയ്ക്കുകയും വാഹനങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന വർഷമാണ്. പൊതുവെ പറയുകയാണെങ്കിൽ കുറച്ച് നല്ലതും കുറച്ച് ദോഷമുള്ള വർഷമാണ്. കണ്ണ് സംബന്ധമായ അസുഖം ഉണ്ടാവാനും ക്ഷതമുണ്ടാവാനും തലയ്ക്ക് ക്ഷതമുണ്ടാകുവാനും ഹൃദയ സംബന്ധമായുള്ള അസുഖമുള്ളവർ സൂക്ഷിക്കുക. സൂക്ഷിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളൊക്കെ മാറുന്നതാണ്. പല വിധത്തിലുള്ള ഗുണങ്ങളൊക്കെ ഇവർക്കുണ്ടാകുന്നുണ്ട്. എടുത്തെടുത്ത് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഉത്തര നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലൊരു വർഷമാണ്. ഉത്തര നക്ഷത്രക്കാർ പതിവ് പോലെ ചെയ്യുന്ന പ്രാർത്ഥനയും നമസ്കാരവും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോയുള്ള വഴിപാട് നടത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് മതി. മറ്റുള്ളതൊന്നും വേണ്ട. പിന്നെ നവഗ്രഹം ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതാത് ഗ്രഹങ്ങളുള്ള സമയത്ത് ദശാകാലങ്ങളിൽ അതാത് ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുകയും നമസ്കരിക്കുകയും പ്രദക്ഷിണം ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങളും ദോഷങ്ങളൊക്കെ മാറുന്നതാണ്.